കേരള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർക്കുന്ന താരമാണ് എന്നും മോഹൻലാൽ. ആദ്യമായി മലയാളത്തിൽ നിന്നുള്ള 50 കോടി ക്ലബ് മോഹൻലാൽ നായകനായ ദൃശ്യത്തിനായിരുന്നു. മലയാളത്തിൽ നിന്നുള്ള ആദ്യ 100 കോടി ക്ലബും മോഹൻലാൽ നായകനായ പുലിമുരുകനാണ്. എന്നാൽ നിലവിൽ മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് ടോപ്പ് 3-ൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ കണക്കുകളിൽ 3-ാം സ്ഥാനത്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായ പുലിമുരുകനായിരുന്നു. എന്നാൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം 150 കോടി രൂപയിലേറെ നേടി പുലിമുരുകനെ പിന്നിലാക്കുകയായിരുന്നു. ഇതോടെ 3-ാം സ്ഥാനവും മലയാളത്തിന്റെ കളക്ഷനിൽ മോഹൻലാലിന് നഷ്ടമായി. വർഷങ്ങളായി മോഹൻലാലിന്റെ പേരിലുണ്ടായിരുന്ന നേട്ടങ്ങളാണ് കളക്ഷനിൽ പൃഥ്വിരാജ് അടക്കമുള്ളവർ ഇപ്പോൾ മറികടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കളക്ഷനിൽ ഇങ്ങനെ മോഹൻലാൽ 4-മതാകുന്നത് 1987-ന് ശേഷമാണ്. കോടിക്കിലുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെ ഒരു സിനിമയുടെ വിജയം നിർണയിക്കുന്ന കാലത്തിന് മുന്നേയും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ പണം വരാറുണ്ടായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകളിൽ മുൻനിരയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. മോഹൻലാൽ നായകനായവ കൂടുതൽ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചതിന്റെ പേരിലും ഒട്ടേറെ റെക്കോർഡുകൾ ഇട്ടിരുന്നു. നിലവിൽ മലയാളത്തിൽ നിന്നുള്ളവയിൽ ആഗോള കളക്ഷനിൽ 1-ാം സ്ഥാനത്ത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. മഞ്ഞുമ്മൽ ബോയ്സ് ആഗോളതലത്തിൽ 250 കോടി രൂപയിലേക്ക് കുതിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. 2-ാമത് ടൊവിനോയുടെ 2018 ആണ്. മലയാളത്തിൽ നിന്നുള്ള 2018 176 കോടി രൂപയാണ് ആകെ നേടിയത് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. പൃഥ്വിരാജിന്റെ ആടുജീവിതം 150 കോടി രൂപയിലേറെ നേടി മോഹൻലാലിന്റെ പുലിമുരുകനെയും കടത്തിവെട്ടിയിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന മോഹൻലാലിനെ എപ്പോഴും ഭയപ്പെടണം. കാരണം മുൻപും ഇതേ സാഹചര്യത്തിലാണ് അയാൾ തന്റെ ചുരുക്കം സിനിമകൾ കൊണ്ട് 50ഉം 100ഉം കോടികൾ കൊണ്ട് മലയാളത്തിന്റെ റെക്കോർഡുകൾ തീർത്തത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഇറങ്ങാനിരിക്കുന്ന ലൂസിഫറിന്റെ 2-ാം ഭാഗമായ എമ്പുരാൻ ഒരു ചെറിയ തീ ഉണ്ടെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മൊത്തം അത് പ്രതിഫലിക്കും. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ട തന്റെ സാമ്രാജ്യമെല്ലാം അയാൾ തിരികെ പിടിക്കും. കാത്തിരിക്കാം രാജാവിന്റെ രാജകീയ തിരിച്ചുവരവിനായി.